ആണോ? ഇന്നലെ നമ്മുടെ സൈനബത്താത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ഗൾഫിലുണ്ടായിരുന്ന സൈനബത്താത്തനെ മറന്നല്ലേ? പെട്ടെന്ന് ഓർമ്മ. ആ അതെ, അവരുടെ മോളുടെ കല്യാണ 26-ാം തീയതി. നാട്ടിൽ വെച്ചാ? അല്ല, ദുബായിൽ വെച്ചോ. നമുക്ക് പോവാം. ദുബായിൽ വെച്ചാ? നമുക്ക് പോണ്ടേ? ദുബായിൽ വെച്ച് അങ്ങനെ പോകടി? എന്തോ ദുബായിൽ വെച്ചാ നമ്മൾ പോയാ എന്താ? നീ എന്താ പറയണേ? 2 പേരെ ഫ്ലൈറ്റ് ടിക്കറ്റ് എത്ര രൂപയായി? അയ്യോ, അതൊക്കെ എന്തിനാ നമ്മൾ നോക്കുന്നത്? നമ്മളെ ഇങ്ങനെ സഹായിച്ചിട്ടുള്ള ആൾക്കാരാ അവര്. പിന്നെ ആര് നോക്കുമെന്നാണ് നീ പറയുന്നത്? അവര് നോക്കൂ. അമ്പിളിച്ചേട്ടാ, എന്തിങ്ങനെയൊക്കെ സില്ലി മാറ്റേഴ്സിനൊക്കെ നെഗറ്റീവ് അടിക്കുന്നത്? നമുക്ക് എന്തൊക്കെ ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുള്ളതാ. അമ്പിളിച്ചേട്ടൻ ഓരോ കാര്യത്തിന് ഓരോ സ്ഥലത്ത് 2-3 ദിവസം എന്ന് പറഞ്ഞ് പോകുമ്പോ എന്റെ കൂടെ കൂട്ടുന്നത് ആരാ? അവരുടെ മോളാ. അവളുടെ കല്യാണം എന്ന് പറയുമ്പോ നമുക്ക് പോണ്ടേ? മനസ്സിലായി. ഞാൻ വിചാരിച്ചു നാട്ടിലാണെങ്കിൽ നമുക്ക് പോകാം. കോഴിക്കോട് വരെയല്ലേ ഉള്ളൂ. അവരുടെ നാട് കോഴിക്കോടല്ലേ, അവരെ പോവാം. ഈ ദുബായി പോവാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ താമസിച്ച ഫ്ലാറ്റില്ലേ, അതിന്റെ തൊട്ടടുത്തുള്ള കൺവെൻഷണൽ സെന്റർ ഇല്ലേ, അവിടെ വെച്ചിട്ടാ കല്യാണം. നമുക്ക് അവിടെ പോയിട്ട് വരാന്നേ. നീ ഇത് അവിടെ താമസിക്കുമ്പോഴാണല്ലോ പറയുന്നത് അപ്പുറത്ത് പോയിട്ട് വരാന്ന്. നമ്മൾ ഇങ്ങോട്ട് താമസം മാറ്റിന്ന് വെച്ചിട്ട് അവരെ കല്യാണത്തിന് പോകാണ്ടിരിക്കാൻ പറ്റുമോ? എടി, കല്യാണം നടക്കുന്നത് എന്താ വിളിച്ചേട്ടാ, നമുക്ക് പോയിട്ട്. അത് നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും തോന്നുന്ന ഒരു കാര്യമാണ്. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഒരു തയ്യൽ മെഷീൻ വാങ്ങിച്ചു തരാം. ആ തങ്കത്തിനെ പോലെ തയ്ക്കാമല്ലോ, നോക്ക്. ഞാൻ ഈ തയ്യലും അടിക്കാൻ പോവല്ലേ. എടി താണ്ട് തച്ചാലോ, അതിന്റെ ഇത് കണ്ട, നിന്റെ ഈ നൂലെങ്കിലും നേരെ അടിക്കാൻ തന്നെ കൊണ്ട് പറ്റും. മകളെ, അമ്മ പോന്നേ? ഞാൻ ഇന്ന് രാവിലെ വന്ന് അമ്മളിക്കുട്ടൻ കണ്ടാ പോകാൻ പോണം. അതാ വന്നതാ. ഇല്ലല്ല, ഞാൻ പോകാൻ വേണ്ടി പഞ്ചായത്ത് വരെ ഒന്ന് പോണം. പിന്നെ സുഖം തന്നെ? ഓ സുഖം തന്നെ. അമ്മയ്ക്ക് സുഖം തന്നെ? ഓ പരമ സുഖം. എങ്ങനെ വന്നത്? ഞാൻ രാവിലെ ഒരു ബസ് ഉണ്ടായിരുന്നു, അതിലേക്ക് പോന്നു. ബസ്സിലൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? സമയത്ത് ട്രെയിൻ കിട്ടണ്ടേ? ഞാൻ അതുകൊണ്ട് ഈ ബസ്സിൽ വന്ന് ശീലിച്ച് ഞാനിപ്പോ ബസ്സിലേക്ക് പോരും. അല്ല, അത് കനാൻ്റെ കൂടെ ഒന്ന് ബുക്ക് ചെയ്ത് തരാൻ പറയണം. ട്രെയിൻ വരാനാണ് സുഖം. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തല്ല. ചിലപ്പോ എനിക്ക് ഇരിക്കുമ്പോ വരണമെന്ന് തോന്നി ഞാൻ ഇങ്ങോട്ട് പോരും. ട്രെയിനിൽ AC-ലൊക്കെ വന്നൂടെ അമ്മേ? അതല്ല സുഖം. സുഖമൊക്കെ തന്നെ, അതിന് സമയത്ത് ട്രെയിൻ വേണ്ടേ? എങ്ങോട്ട് പോണേ ഇപ്പം? ഞാൻ ആ പറമ്പിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അത് തന്നെ, അവിടെ മൊത്തം കാട് കയറി കിടക്കണം, മൊത്തം കൊതുവായിട്ട്. അത് ഒരാളെ പിടിച്ച് പറിച്ചൊക്കെ ഇടാൻ. അതിന് തന്നെ ഞാൻ വന്നത്. ഇന്നലെ വൈകുന്നേരം കാണാം. പോയിട്ട് വരണം. ഞാനും ഒന്ന് പറമ്പിലേക്ക്. മോളെ ടാറ്റാ. ഹലോ എന്താ എങ്ങനെ? കേട്ടൂടാ. ഓ ഹലോ ഞാൻ വിളിക്കാം. എന്തൊരു കഷ്ടമാണ്. മൊബൈലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നിടത്തിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന സാധനം. ഇതിപ്പോൾ ഇതും കൊണ്ട് മാവിൻ്റെ മണ്ടേ കാരണം. ഇവിടെ റേഞ്ച് ചെയ്യണമായിട്ട് എന്താണ് എല്ലാ കണക്കിനും ആദ്യം നല്ല റേഞ്ചാണ്. പിന്നെ ഒരു വിളിച്ചാലും കിട്ടൂല. തങ്കം, ചായ കിട്ടുമോ? ചായ അല്ലേ ക്ലീറ്റ് ഇപ്പൊ കുടിച്ചത്? ഇപ്പൊ കുടിച്ചാ 1 മണിക്കൂർ അല്ല 1 മണിക്കൂറായി ഒരു ചായ കുടിച്ചിട്ട്. ഇനി 1 മണിക്കൂർ കൂടി കഴിയട്ടെ, എന്നിട്ട് തരാം. കഷ്ടം. ഒരു ചായ ചോദിച്ചോളൂ, നിസ്സാരം ഒരു ചായ. അയ്യോ, ഇയാള് തട്ടിപ്പോയാ? ഈ കുട്ടപ്പൻ. ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം. നിന്റെ അമ്മ വന്നിട്ട് എങ്ങോട്ട് പോയി? അമ്മയും തക്കളി കൂടി പറമ്പിലോട്ട് പോയിട്ടുണ്ട്. പറമ്പിലാ? പറമ്പ്. അമ്മയ്ക്ക് ഇത് എന്തിന്റെ കുഴപ്പമാണോ? എപ്പോ വന്നാലും ഓടി പറമ്പിലിറങ്ങും. ആ പറമ്പാരെങ്കിലും എടുത്തോണ്ട് വന്ന് മേടിച്ചിട്ടാ? പിന്നെ ഒരു പൊരയും കെട്ടിട്ട് അവിടെ അങ്ങനെ കിടന്നോളാൻ പറ. ചിലപ്പോ അതും ചെയ്യും. അമ്മയുടെ കാല്, അമ്മയുടെ പറമ്പ്, അമ്മയുടെ വണ്ടിക്കാശ്, നിങ്ങൾക്ക് എന്താ കുഴപ്പം? കുഴപ്പം ഇപ്പൊ ഒന്നുമില്ല. എങ്ങാനും അവിടെ പോയി തലകുത്തി വല്ലതും വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത് ആശുപത്രി കൊണ്ടുവരണം. പിന്നെ ആശുപത്രി ചെലവായി, അതായി ഇതായി. അതുകൊണ്ട് പറഞ്ഞതാ. ഇവിടുന്ന് ഭയങ്കര വിഷമാണ്. ഞാൻ ചോദിച്ചു, ഇവർക്ക് അടങ്ങി ഇവിടെ ഇരുന്ന് എന്താണ് കുഴപ്പം? അല്ലെങ്കിൽ പോട്ടെ, ഈ ആലപ്പുഴ ഇരുന്നാൽ പോയി. എന്തിനാണ് ഇങ്ങനെ ഷട്ടിൽ അടിക്കുന്നത്? തിരുവനന്തപുരം ആലപ്പുഴ ക്ലീറ്റോന് വല്ല ചെലവുണ്ടോ? ഇപ്പൊ ചെലവൊന്നുമില്ല. ഞാൻ പറഞ്ഞാലേ വരുമ്പോഴേ പഠിക്കുള്ളൂ. പിന്നെ എന്റെ അളിയനുണ്ട്, അവൻ ഇങ്ങനെ അങ്ങ് അഴിച്ചു വിട്ടേക്കാൻ അമ്മേ. ഇനി എല്ലാം കഴിഞ്ഞ് അവന്റെ പുറത്തോട്ട് കയറിക്കും. അവന് പിന്നെ എന്താണ്? നിങ്ങൾ ഇരുന്ന പേപ്പർ വായിക്കും, അങ്ങനെയെങ്കിലും ബോധം ഉണ്ടാവട്ടെ. ഇനി തക്കളിയെ കൂടെ കൊണ്ടു നടന്നിട്ട് ഇനി എന്നെ പറ്റി ഇല്ലാത്ത കുറെ കഥകൾ പറഞ്ഞു കൊടുക്കും. എന്താ ഒന്നുമില്ലേ? തക്ലീനെ കൂടി കൊണ്ടുനടന്നിട്ട് ഇനി നിന്റെ ഡാഡി അങ്ങനെയാണ്, ഡാഡിയെ കുറെ ഇത് പറയണം. കൊച്ചെന്നെ ഉപദേശിക്കാൻ തുടങ്ങി ഇന്നാള് ഈ അമ്മ വന്നിട്ട് പോയപ്പോ.
അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കൊച്ചിനൊക്കെ എല്ലാം അറിയാം. അവൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കണമെന്ന് നിങ്ങളുടെ വിചാരം? അല്ല അവള് ഇനി ഏത് ക്ലാസ്സിൽ പഠിച്ചില്ലേലും നിന്റെ അല്ലേ മോള്. ഭയങ്കര കൊതുവല്ലേ? ആരെങ്കിലും ഒക്കെ ഇങ്ങോട്ടൊന്നും നോക്കണ്ടേ? അത് ഏൽപ്പിച്ച ആരും വരത്തു. അത് മഴ പെയ്യണോണ്ടേ. കാണാനൊന്നും അയ്യോ ഓൾറെഡി ചക്ക കിടക്കുന്ന അവിടെ പഴുത്തതാണോ എന്തോ? ഇന്നാള് അമ്മ ഒരു ചക്ക വെട്ടിയതാ. കൊള്ളാം. മോള് പോയി ഡാഡി ഇങ്ങോട്ട് വരാൻ പറ. എന്തിനാണ്? തോക്കിനകത്ത് കയറി വെടി വയ്ക്കണ്ട, പറഞ്ഞത് കടി. ആ ശരി പോളാ. ഈ ഫോണ് മാറ്റി. ബാ ബാ എന്താ ബാ. അമ്മൂമ്മ വിളിക്കണം. അമ്മ വിളിക്കണ? ഓ പറമ്പില്. അമ്മ ഇങ്ങോട്ട് വരൂലേ? അവിടെ സ്ഥിരതാമസമാക്കിയ? അല്ല അവിടെ എന്തെല്ലാം കണ്ടിട്ടാ കണ്ടോ? എന്തൊരു കണ്ട്? എന്താടി? എന്താ? ഒന്നുമില്ല. ഡാഡി അമ്മൂമ്മ വിളിക്കണ. അമ്മൂമ്മേനോട് ഇങ്ങോട്ട് വരാൻ പറ, ചായ കുടിക്കണ്ടേ? എന്തോ അങ്ങോട്ട് അത്യാവശ്യമായിട്ട് വിളിക്കാൻ പറഞ്ഞമ്മ. എന്താ നീ ഇട്ട ചാണാൻ എവിടെ? ഞാൻ ചാണാനിടാനാ? അത്ഭുതമൊന്നും കാണിക്കല്ലേ. എടാ നീ തെങ്ങിന് വിതറിയ ചാണാൻ എവിടെയെന്ന്? എന്ന് തെങ്ങിന് ചാണായിട്ടെങ്കിൽ അത് തെങ്ങ് തിന്നാണ്. തെങ്ങിനോട് ചോദിക്കാട്ടെ, തെങ്ങ് പന പോലെ വളർന്ന് നിൽക്കില്ലേ? അത് ചാണാൻ ഇട്ടില്ലെങ്കിലും തെങ്ങ് പന പോലെ വളർന്ന് നിൽക്കും. പിന്നെ താണ്ട ഈ നിൽക്കുന്ന പുല്ലും അത് അതൊക്കെ എടുത്ത് തിന്ന് കാണും ചാണാൻ. എടാ ചാന ഇട്ടിട്ട് ഞാൻ എന്റെ മൂട് കണ്ട അറിഞ്ഞൂടെ? എന്റെ അമ്മ ഇത് എന്താ അമ്മ ഇങ്ങനെ തുറന്നതിനും പിടിക്കണതിനൊക്കെ എന്നെ ഇങ്ങനെ സംശയിച്ചാൽ എനിക്കിതൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. നിനക്ക് ഇഷ്ടമല്ലെന്ന് വെച്ച് ഒരു കാശ് തന്നതല്ലേ ഞാൻ? കർത്താവേ, ഒരു മാസം മുമ്പേ ഞാനത് ഇട്ടില്ല. ആ ചാണ ഇവിടെ കാണുമോ? അത് തെങ്ങ് ഭക്ഷിച്ച് അത് അതിന്റെ പിന്നെ ഇതിന് വേണ്ടതൊക്കെ എടുത്തിട്ട് വേണ്ടാത്തത് വിസർജിച്ച് അതെല്ലാം പോയി കാണൂലേ? ഈ അന്തരീക്ഷത്തിൽ പോയിട്ടുണ്ട്. എടാ തെങ്ങിന് ചാണാനിട്ടെങ്കിൽ അതിന്റെ മൂട് കണ്ടാ എനിക്ക് അറിഞ്ഞൂടെ? കഴിഞ്ഞ ആഴ്ചയല്ലേ ഞാൻ നിനക്ക് പൈസ തന്നത് ചാണാനിടാൻ? കഴിഞ്ഞ ആഴ്ച? കഴിഞ്ഞ മാസം. എടാ കഴിഞ്ഞ ആഴ്ച. കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞ ആഴ്ച അല്ലേ? അതാണ് ഞാൻ അത് തമാശ പറയരുതേ. ഓ അപ്പൊ ഇനി ഇങ്ങനെയുള്ള കാര്യം എന്നെ ഏൽപ്പിക്കല്ലേ? പ്രശ്നം തീരുമല്ലോ. ഞാൻ എന്ത് ചെയ്താലും അമ്മയ്ക്ക് എപ്പോഴും ഒരു സംശയം തന്നെ. ചെയ്താൽ എനിക്കൊരു സംശയമില്ല, ചെയ്യാത്തോണ്ടാ സംശയം. ഇത് എവിടെയാണ് അമ്മ? അതിന് എത്ര ദിവസം മഴ പെയ്ത് ഇതൊക്കെ ഈ പുല്ല് വരെ വളർന്ന് ഇതൊക്കെ ചുമ്മാ വളരും. ചോദിക്കുന്നത് ഇവിടെ കാട് കയറി കിടക്കുന്നത് ഇപ്പൊ നീ ചാണാനിട്ടിട്ടാണ്? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിൽ വളം ചെന്നോണ്ടാണല്ലോ ഇതൊക്കെ കയറി പച്ച പിടിച്ചു വന്നത്. ഇല്ലെങ്കിൽ ഇതൊക്കെ പച്ച പിടിക്കോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ തുടങ്ങാൻ പിടിക്കണം? ഞാൻ ചെയ്തില്ല. തക്കളി ഡാഡി ഇട്ടില്ലേ മോളെ? ഞാൻ കണ്ടില്ല. പിന്നെ നീ എന്ന് ചോദിച്ചു എന്താ അവിടെ നാരണേന്ന് ചോദിച്ചില്ലേ? അത് അന്ന് വളം ഇട്ടതാ. പിന്നെ അല്ലാതെ കള്ളമില്ല. ഞാൻ അമ്മ ഞാനേ ഇനി ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഞാൻ ആവശ്യമില്ലാതെ നീ ഒരു എന്നെ കൊണ്ട് വർത്താനം പറയിപ്പിക്കരുത്. അവനെ കൊണ്ട് നടക്കുന്നു. അയ്യോ അമ്മ നീ എന്നെ തൊടരുത്. നീ എന്നെ തൊട്ടു പോകരുത്. നീ മനപൂർവ്വം എന്നെ കൊല്ലാൻ വേണ്ടി ചെയ്തതാണ്. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഞാൻ കപ്പ പഴുതപ്പോ അമ്മ ബാക്കി ഒന്ന് നിന്ന് എന്തിനാ പിടിക്കല്ലേ? ഇതെന്താ ഞാൻ അമ്മ ഇത് കപ്പ ചതിച്ചതാണ്. ഞാൻ ഒന്നും ചെയ്തതല്ല അമ്മ. എനിക്ക് അമ്മ വീട് ഇനി നടുവലങ്ങോ? അമ്മ വിളിക്കണേ. ഞാൻ കപ്പ പഴുത് ഞാൻ ചെയ്തില്ല. ഞാനേ നിക്കാമോ? ദൈവമേ, ഈ കൊതുകാടി കൊള്ളാൻ വേണ്ടിട്ട് രാവിലെ ഇങ്ങോട്ട് വരേണ്ട കാര്യം വല്ലതുണ്ടോ? ദൈവമേ, ഇപ്പൊ നീ എന്നെ തുടരുത് മക്കളെ. സത്യം പറഞ്ഞാൽ ഞാനേ അവിടെ ഒരു മൂട് കപ്പ നിന്ന് അമ്മയ്ക്ക് ഉച്ചയ്ക്ക് പുഴുങ്ങി കൊടുക്കാന്ന് പറയും. ഇങ്ങനെ കപ്പ ഇങ്ങനെ വലിച്ചപ്പോ അമ്മ ബാക്കി വന്നു നിന്ന്. അപ്പൊ ഞാൻ വലിച്ച ഇതിൽ ചെന്ന് വീണ അമ്മ ഇടിച്ച്. അങ്ങനെയൊന്നുമല്ല, നീ എന്നെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി ചെയ്തത് തന്നെയാണ്. ഞാൻ കണ്ടതാ അമ്മ. ഒരു കാര്യം ചെയ്യും, വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഡോക്ടർ വിളിച്ചിട്ടുണ്ടോ? വേണ്ട, നീ ആരെയും വിളിക്കാൻ പോണ്ട. അവൻ വിളിച്ചോണ്ടിരുന്ന ഡോക്ടർ എന്നെ നോക്കണ്ട. അമ്മ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചില്ലെങ്കിൽ ഇത് വേദന കൂടും. ഞാൻ സഹിച്ചു. പൊട്ടുണ്ടെങ്കിലോ? വേണ്ട, അവൻ വിളിച്ചോണ്ട് വരണ്ട. അമ്മ അങ്ങനെ പറയും. ക്ലീറ്റ് പോയി ഡോക്ടർ വിളിച്ചോണ്ട് അമ്മക്ക് ഇപ്പൊ എവിടെയാ വേദന? അത് പറയും. എനിക്ക് എവിടെയാണെന്ന് അറിയാം. എന്റെ മുട്ടിനാണോ നടുവിനാണോ? ഞാൻ നോക്കട്ടെ. ഈ ചെരുപ്പം കൂടിക്കേ. നോക്കട്ടെ കാല് നീട്ടിക്കേ. എന്റെ പൊന്നു മോളെ ഇതേ പറമ്പിൽ പോയി രാവിലെ തന്നെ പോയി വീണേക്കണു. എന്തിനാ അമ്മ പറമ്പിൽ പോയി വീഴാൻ പോയത്? പൊന്നു മോളെ, ഞാൻ എന്നെ പറമ്പിൽ പോയി ഞാൻ വീണതല്ല. എന്നെ അവൻ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി വീഴ്ത്തിയതാ. ഡാഡി ഈ
അപ്പ പുരുതപ്പ ബാക്കിൽ നിന്ന് അപ്പൊ ഇങ്ങനെ തട്ടിയപ്പ നീ ഇല്ലെങ്കിൽ നിന്റെ ഡാഡിയുടെ സൈഡ് പറയും എല്ലാ മക്കളെ എന്നെ എനിക്ക് കൊല്ലാൻ അങ്ങനെ വേണ്ടി ചെയ്യൂല അമ്മേ. അമ്മേനെ കൊല്ലാൻ എല്ല് പൊട്ടിയിട്ടുണ്ടോന്ന് എനിക്ക് ആണോ? സംശയമുണ്ട്. അയ്യോ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ചൂടുവെള്ളം ഒന്ന് പിടിച്ചു തരാം. തങ്ക ചേച്ചി ചൂടുവെള്ളം വെക്കരുത്, തണുത്ത ഐസ് വെക്കണം. ഞാൻ ഐസ് ബാഗ് എടുത്തിട്ട് വരാം. അയ്യേ, ഐസോ? ആ വേണ്ട വേണ്ട എന്റെ പൊന്നു കൊച്ച ഐസ് പാക്ക് വയ്ക്കുന്നത് ചാവുമ്പോ പെട്ടിയിലല്ലേ. അയ്യോ അങ്ങനെയല്ല, ഐസ് വെച്ച നല്ല വേദനക്കൊരുണ്ട് അമ്മയ്ക്ക് അറിയാം. അല്ല ഞങ്ങൾ ഗൾഫിലൊക്കെ ഐസ് വെക്കാറ്. എന്റെ പൊന്നു മോളെ അത് ഗൾഫിൽ, ഇത് നാടാണ്, ഇവിടെ ഐസ് വേണ്ട. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ പോയി എന്തെങ്കിലും എടുത്തോണ്ട് വാ. അയ്യോ ചൂടുവെള്ളം എടുക്കാം. അമ്മേ ഐസ് വെച്ചാലേ നല്ല വേദന കുറവുണ്ടാവും. അതാ ഇല്ല 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 അത് വേണ്ട, എനിക്ക് ചൂടുവെള്ളം. തൊടല് ചാപ്പി വീങ്ങിണ്ടാവും തക്കിളി. മേത്തോട്ട് വീഴും കൊച്ചേ. കൈ മാറ്റ്. എല്ലായിടത്തും വേദനയും ആണ്. 18 വയസ്സാന്നാ വിചാരം അമ്മയ്ക്ക്. എന്താ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നാ പോരെ? ആലപ്പുഴന്ന് വീഴാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നോ? ഇപ്പൊ വന്നതാണോ കുറ്റം? ഞാൻ മനഃപൂർവ്വം ചെന്ന് പറഞ്ഞു വീണതാണാ. എന്നും വീഴ്ച. അവൻ എന്ത് വിചാരിക്കും? ഇവിടെ വരുമ്പോ മുഴുവൻ തള്ളിയിടുകയെന്ന് വിചാരിക്കുമല്ലോ. ഞാൻ ആ പൊരയിടം നോക്കാനൊന്ന് പോയി. പിന്നെ പൊരയുടെ ആൾക്കാരെ എടുത്തോണ്ട് പോകും. അവൻ എന്റെ കഷ്ടകാലത്തിന് വിളിച്ചപ്പോ മനഃപൂർവ്വം എന്നെ കൊല്ലാൻ വേണ്ടി ചെയ്തത് തന്നെയാണ്. ഈ ഇല്ല വചനം പറയണത് അമ്മ. അല്ല ദൈവമേ, എല്ലാം വല്ലതും പൊട്ടിയിട്ടുണ്ട്. ഡോക്ടർ ഇതാണ് അമ്മ. അമ്മ അങ്ങനെ വിളയിൽ ഇങ്ങനെ പോയപ്പോൾ ചെറുതായിട്ടൊന്ന് സ്ലിപ്പ് ചെയ്ത് വീഴും. നോക്കട്ടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ നോക്കട്ടെ അമ്മ. ഡോക്ടർ തന്നെ ഇവൻ കൊണ്ടുവന്ന ഡോക്ടറെ എനിക്ക് വേണ്ട. നീ ജവനെ വിശ്വാസമില്ല, എനിക്ക് ഈ ഡോക്ടറെയും വിശ്വാസമില്ല. എന്നെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നതാ. പറയാൻ പറ്റില്ല, ചിലപ്പോ എന്തെങ്കിലും അമ്മയ്ക്ക് പൊതുവെ ഇംഗ്ലീഷ് മരുന്ന് ഇഷ്ടമല്ല, അതുകൊണ്ടാണേ. അമ്മ ഡോക്ടർ നോക്കട്ടെ. നോക്കണ്ടെന്ന് പറഞ്ഞാ നോക്കണ്ട. സാർ ഒരു കാര്യം ചെയ്യണം, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ അമ്മ ഒന്നുകൂടെ സംസാരിച്ച് നോക്കട്ടെ. എന്താ അമ്മേ എല്ല് പൊട്ടിയൊന്ന് നോക്കണ്ടേ? എന്റെ കാല് ശരിയാക്കി തരണം. ഞാൻ അടുത്ത മാസം മലയ്ക്ക് പോയി നിന്നതാണ്. എനിക്ക് അടുത്ത മാസം മലയ്ക്ക് പോകണം. അതിനല്ലേ ആ ഡോക്ടർ വന്നത്? ആ ഡോക്ടർ വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. അമ്മ ഇത് എല്ലിന്റെ വളരെ വലിയ വിദഗ്ധനാണ്. നോക്കി കഴിഞ്ഞാൽ അമ്മയ്ക്ക് കുതിര ഓടുമ്പോൾ ശബരിമല ഓടി കയറാം. വിശ്വാസമില്ല, നിന്നെ വിശ്വാസമില്ല. നീ കൊണ്ടുവരുന്ന ഒരു ഡോക്ടറെ എനിക്ക് വിശ്വാസമില്ല. തീർന്നല്ല. വേണ്ട, ഡോക്ടർക്ക് പൈസ കൊടുക്കണം. ഡോക്ടർക്ക് പൈസ കൊടുക്കണം. ഡോക്ടർക്ക് 10-200 രൂപയെങ്കിലും കാശ് കൊടുക്കണം കേട്ടോ. ഞാൻ കേൾക്കാൻ വേണ്ടി പറയണ്ട. നീ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയത് പോലെ ഇനി ഡോക്ടർക്ക് പൈസയും കൂടെ കൊടുക്കണം. തരും, കിട്ടിക്കൊണ്ടേ പോകും. എന്ത് പറയാ? കടം പറയണം. അമ്മേനെ ഞാനിനി എന്താ ചെയ്യേണ്ടത്? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാം. ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. എത്ര തിരക്കിൻ്റെ വന്നല്ല ഞാൻ. സോറി സാർ. ഇനി അമ്മ എപ്പോൾ വേണാലും ഡോക്ടറെ തന്നെ വിളിക്കാം. സുഖിപ്പിക്കുന്നു വേണ്ട, നാളെ രാവിലെ കാശം എത്തിച്ചേക്കണം. ശരി. ഒരു 11 മണിയാവും സാർ എത്തിക്കാൻ. ഒരുപാട് താമസിക്കണ്ട. എന്തിനാണ് അത് ഈ കളവ് കെട്ടിയെടുത്ത് ഇങ്ങോട്ട് വരുന്നത്? അമ്മയ്ക്ക് എന്ത് പറ്റി? ഹലോ, നീ അമ്മ എന്ത് ചെയ്തെന്ന്? അമ്മയെ ഞാൻ ഇങ്ങനെ പൊക്കിയെടുത്ത് മേളിലോട്ട് ഇട്ടിട്ട് ഒരൊറ്റ അടി താഴെ. എന്താ നിനക്കല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്ത് പറഞ്ഞാലും തർക്കൂത്തരം പറഞ്ഞോളാം കേട്ടാ. ഡേ അത് എൻ്റെ അമ്മായി അമ്മയാണ്. നീ അത്ര വലിയ ദണ്ണമൊന്നും കാണിക്കണ്ട കേട്ടാ. എടാ ആരെ അമ്മായി അമ്മയായാലും വയസ്സായല്ലേടാ, അതുകൊണ്ട് ഇങ്ങനെ കാണിക്കാമോ? ഞാൻ പലതും കാണിക്കും. കാര്യം നടക്കാൻ വന്നേ ആവശ്യമില്ലാതെ എല്ലായിടത്തും വന്ന് കാര്യം അന്വേഷിക്കാൻ വന്നോളൂ. അമ്മ ഒരു കാര്യം ചെയ്തേ, എഴുന്നേറ്റേ ബാ. എന്ത് ചെയ്യും ഞാൻ? വളരെ മോശമായി, വളരെ മോശം. ഒരു ഡോക്ടറെ തെറിയാക്കണ്ടെന്നെ അതും ഇപ്പൊ കേട്ടു. എന്ത് പറ്റി? എന്റെ അമ്പിളിക്കുട്ടൻ ചേട്ടാ പറമ്പില് രാവിലെ പോയി തെറ്റി വീണേക്കണ്. ഞാൻ വെറുതെ പോയതാണ്. ഞാൻ ആ പറമ്പൊന്ന് നോക്കാൻ പോയി. കാട് പിടിച്ച് കയറി കിടക്കുന്ന പോലെ പാമ്പാ. അപ്പോഴേ പറയാം ഓടി ഓടി പറമ്പിലോട്ട് പോകേണ്ട വല്ല കാര്യമുണ്ട്, അതുകൊണ്ടല്ലേ ഇപ്പൊ തെന്നി വീണത്. ഞാൻ രാവിലെ പറഞ്ഞിട്ട് പോയത് മൊത്തം കാട് കയറി കിടക്കാണ് അവിടെ. തെന്നിയതൊന്നും അല്ല, മനഃപൂർവ്വം എന്നെ കൊല്ലാൻ വേണ്ടി ചെയ്തതാണ്. എന്തേടെ വയസ്സായാലും കുറച്ച് നോക്കി കണ്ടൊക്കെ ചെയ്യില്ലേ? നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടല്ലേ? നീ ഒന്നും കണ്ടില്ലല്ലോ, ചുമ്മാ കാണാത്ത കാര്യങ്ങൾ പറയല്ലേ? അമ്മ പറയുന്നല്ലേ, ഞാൻ കണ്ടില്ല, അമ്മ പറയുന്നല്ലേ. അമ്പിളിക്കുട്ടൻ ചേട്ടാ ഇവിടെ ആർക്കും പ്രാന്തൊന്നുമില്ല, അങ്ങനെ ആരെങ്കിലും തള്ളിയിടുവോ? പിന്നല്ലാതെ. പിന്നെ എന്ത് പറ്റി അമ്മ? എന്ത് പറ്റി? എന്റെ കാലിനിക്ക് എടുത്താനക്കാൻ എന്നെ അമ്പിളിക്കുട്ട മക്കളെ. പറ്റിയത്
എന്ത് പറ്റിയെന്നറിയില്ല, എല്ലാം എന്തോ ഒടിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. എന്തോ തങ്ക എല്ലോടും ഞാൻ ഇങ്ങനെ ഇരിക്കുവോ? ഇതെന്താണെന്ന് നോക്ക്. ആ ഡോക്ടർ മര്യാദയ്ക്ക് നോക്കിപ്പോയ എങ്ങനെ അമ്പിളിക്കുട്ട എല്ലോടും ഞാൻ ഇങ്ങനെ ഇരിക്കുവോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഡോക്ടർ നോക്കാൻ സമ്മതിക്കണില്ല. ഇതേ ഇത് അത്ര വലിയ കുഴപ്പമൊന്നും കണ്ടിട്ട് തോന്നില്ല. ഒടിഞ്ഞാന്ന് എനിക്കൊരു പേടി. അയ്യോ അമ്മ, ഒടിഞ്ഞാ ഇങ്ങനെ ഇരിക്കില്ല, ഉടനെ നീരടിക്കില്ല. അത് ഒടിഞ്ഞാൽ തന്നെ എന്തുമാത്രം വേദന എന്നറിയാമോ? ഇത് അതൊന്നും അല്ല. കുറച്ച് കുഴപ്പമെടുത്തോട്ടോ. വേണ്ട, അവന്റെ കുഴമ്പും വേണ്ട, അവന്റെ ഡോക്ടറും വേണ്ട, അവന്റെ ഒരു ഔദാര്യവും വേണ്ട എനിക്ക്. വേണ്ട, അവൻ കൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. വേണ്ട, അമ്മ എന്നെ വിശ്വസിക്കണ്ട. വിശ്വസിക്കൂല. രാവിലെ എന്നെ എന്തെല്ലാം പറഞ്ഞതറിയാമോ? ഞാൻ ചാണായിട്ടില്ല എന്ന് പറയുന്ന സംശയിച്ച്. കർത്താവ് മേളി ഉണ്ടമ്മ, മറക്കല്ല്. കള്ളനാക്കാണ് എന്നെ കുറ്റക്കാരിയാക്കുന്നു. തള്ളിയിട്ടിട്ട് പോരാ. തള്ളിയിട്ടെന്ന് നീ കണ്ട ചുമ്മാ എന്തായാലും എന്താ ചെയ്യും? ഓരോ കഷ്ടകാലം വന്നത് എനിക്ക്. ഇതിപ്പോ കുഴപ്പമില്ലെന്നേ. ഇതിപ്പോ ഇങ്ങനെ നന്നായിട്ട് ചൂടാക്കണം. ചൂടാ, കൈ അങ്ങോട്ട് അങ്ങോട്ട്. ഞരമ്പുകൾ ഓടുന്ന കാലാണ് ഇത്. പറഞ്ഞ ഡോക്ടറെ കാണിച്ചു. അയ്യോ ഓ ഇച്ചിരി സഹിക്ക്. അത് അയ്യോ എനിക്ക് കനകനോട് ഞാൻ എന്ത് പറയും? അയ്യോ അതിനൊന്നും വേണ്ടി ഒന്നും ഇല്ലെന്നേ. ഇതിപ്പോ ശരിയാവും, നോക്കിക്കോ. ഇച്ചിരി കൂടി വേണം. അമ്പിളിക്കുട്ട, അമ്പിളിക്കുട്ട. അമ്മ ധൈര്യം ഇപ്പൊ ശരിയാവും. ഇപ്പൊ ശരിയാവും. ഇതങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോ ഇങ്ങനെ തടവി അങ്ങ് മാറുന്നതേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എന്നാ ഇച്ചിരി കൂടി ഒഴിച്ചോ. ഇല്ല അമ്മേ, ശരിയാവും. ഇപ്പൊ ശരി, ഇപ്പൊ ഗുരുജനം ശരി. പറഞ്ഞല്ലോ. ഇത് ഇപ്പൊ മാറിക്കോളും, ഇപ്പൊ മാറിക്കോളും. തിരുമാതിരുന്നാലും കുഴപ്പല്ലേ? ഇല്ല അമ്മേ, അമ്മ പിള്ളേരെക്കാളും കഷ്ടാവല്ലേ? ഒന്ന് രണ്ട് വേദന എനിക്കല്ലേ അറിയാൻ പറ്റുമോ? രണ്ട് സാരമില്ല, പോട്ടെ. മൂന്ന്. ഇനി രണ്ട് വിരൽ കൂടി എടുത്തു കഴിഞ്ഞാ ക്ലിയറായി. നാല്. ഇങ്ങനെ ആശ്വാസം ഉണ്ടോ? ഓക്കെ, ഒരു സുഖമായില്ലേ? ഇനി ഇവിടത്തെ കുഴ അതിപ്പോ ശരിയാക്കാം. കുഴ വല്ലതും തെറ്റിയതായിരിക്കും. നീ വലിയ മർമാണി എന്ന് പറഞ്ഞ ആളായിട്ട് എന്താണ് എന്താ അമ്മേ, അമ്മ വിളി. എന്താ 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 അമ്മ വിലങ്ങി 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 വിലങ്ങിന്ന് തോന്നുന്നു. എന്താ ശ്വാസം മുട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് പേടിയാ. മോണി ബോരം വിലങ്ങി വിലങ്ങി എന്താ ചെയ്തെന്ന്? ഇതൊക്കെ എവിടെ ഞരമ്പ് കയറി കുരുങ്ങിട്ടുണ്ടാവും. മക്കളെ, എന്റെ പൊന്നു മോനെ ക്ലീറ്റസ് ഒരു ഡോക്ടറെ വിളിച്ചോണ്ട് പോയി. ഡോക്ടറെ അല്ല, ഞാൻ ഡോക്ടറെ വിളിച്ചോ. ഡോക്ടറെ തൊട്ട എന്നെ തൊടാമോ? പൊന്നു മോനെ. അമ്മയ്ക്ക് വിലങ്ങിയിരിക്കണ എന്തെങ്കിലും ചെയ്യ്. അതെ, ഡോക്ടറെ വന്നാൽ ഡോക്ടർ തൊടണേന് കുഴപ്പമില്ലല്ലോ. ഞാൻ വിളിച്ചോണ്ട് പറഞ്ഞ ഡോക്ടർ കുഴപ്പമുണ്ടോ? ഇല്ല. ഇല്ല. ആ, അപ്പൊ ഞാൻ വിളിച്ചോണ്ടിരാം. അയ്യോ നീ എല്ലായിടത്തും വലിയ ആള് കളിക്കരുത് കേട്ടാ. കൈയിട്ട് വാരം, പട്ടിടത്ത് മാത്രം കൈയിട്ട് വാരും. ഓൻ വലിയ മർമാണിയാണ്, പോലും മർമാണി. മക്കളെ പോയിട്ട് വാ. മാറിയിരിക്കണം അങ്ങോട്ട്. കേറി നിൽക്കുന്ന നടുക്കോട്ട്. Alien versus Alien.